30 വയസ്സിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 30 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും വരുന്നതാണ്. 30 വയസ്സ് കഴിഞ്ഞവർ പലപ്പോഴും പറയാറുണ്ട് അമിതമാക്കിയ ക്ഷീണമാണ്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ അത്ര ഉഷാറായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നിനും ഒരു ഉന്മേഷക്കുറവാണ്, അല്ലെങ്കിൽ മുട്ടുവേദനയാണ്, കാലുവേദനയാണ്, മസിൽസിന് പെയിൻ ആണ്, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ്. ഇതൊക്കെ പ്രായമായതുകൊണ്ട് ഉണ്ടായതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണോ? സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 30 വയസ്സായതിനു ശേഷം നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് മേ ബി നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു സിംറ്റംസ് വരുന്നത്. ഒരു വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ ഒക്കെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ട പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു അസുഖം നമുക്ക് തുടക്കത്തിലേ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പാരമ്പര്യമായിട്ട് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പം ഷുഗർ ആണെങ്കിലും അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ ബിപിയുടെ ഇഷ്യൂസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ആ ഒരു 30 വയസ്സിന് ശേഷം ഇത് ചെക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നേരത്തെ നമുക്ക് ഈ ഒരു അസുഖങ്ങൾ ഇല്ലാന്ന് നമുക്ക് ഉറപ്പ് വരുത്തുകയും ഇൻ കേസ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിലും തുടക്കത്തിലെ നമുക്ക് പൂർണ്ണമായിട്ടും മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്കത് ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഭയമാണ്, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ അത് മെഡിസിൻസ് കഴിക്കേണ്ടേ, ഇപ്പൊ ആണെങ്കിൽ നമുക്ക് ഒന്നിനെങ്ങ് പോയിക്കോട്ടെ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഒരു അസുഖം കൂടിയതിനു ശേഷം മെഡിസിൻസ് കഴിക്കുന്നതിലും എപ്പോഴും നല്ലത് തുടക്കത്തിലെ ആരംഭത്തിലെ നമ്മൾ കഴിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് മറ്റു മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ അസുഖത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലപ്പോഴും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടന്റുമാണ്. അസുഖങ്ങളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും പല കോംപ്ലിക്കേഷൻസിന് നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പല അസുഖങ്ങളും ചിലപ്പോൾ മറ്റു ലക്ഷണങ്ങളൊന്നും കാണിക്കാതെയും ഇരിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ അസുഖങ്ങൾ വളരെയധികം സിവിയർ ആവുന്ന കണ്ടീഷനിലായിരിക്കും, പെട്ടെന്നായിരിക്കും നമ്മുടെ ശരീരത്ത് സിംറ്റംസും പല കോംപ്ലിക്കേഷൻസും ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. സോ ഫീമെയിൽസിലാണെങ്കിലും മെയിൽസിലാണെങ്കിലും നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. മെയിൽസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഹെൽത്ത് ചെക്കപ്പുകളാണ്, നമ്മൾ ഹീമോഗ്ലോബിന്റെ അളവ് ചെക്ക് ചെയ്യാം, പിന്നെ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ലിപിഡ് പ്രൊഫൈലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ജോലി ഭാരവും അതുപോലെ നമ്മുടെ ഭക്ഷണ രീതികളും വളരെ വ്യത്യാസമാണ്. ചിലപ്പോൾ നമ്മുടെ ജോലി ഭാരം കാരണം നമുക്ക് എക്സസൈസ് ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹോംലി ഫുഡ് കഴിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ലെവൽസിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻസ് വന്നേക്കാം. അതിനോടൊപ്പം നമ്മൾ യൂറിക് ആസിഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. യൂറിക് ആസിഡൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ജങ്ക് ഫുഡും അതുപോലെ തന്നെ ആൽക്കഹോൾ ഹാബിറ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ കൂടുതലായിട്ടും റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും ഈ യൂറിക് ആസിഡിന്റെ വേരിയേഷൻസ് വരുന്നത്. യൂറിക് ആസിഡ് ഒക്കെ ചെറിയ ബോർഡർ ലൈൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മെഡിസിൻസ് ഒന്നും കഴിക്കാതെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നോർമൽ ആണോ ബോർഡർ ലൈൻ ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ കേസ് നമ്മുടെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിഡ്നി സ്റ്റോൺ വരുവാനോ അല്ലെങ്കിൽ നമുക്ക് ഗൗട്ടി ആർത്രൈറ്റിസ്, യൂറിക് ആസിഡ് കൂടിയിട്ട് നമുക്ക് ജോയിന്റിന് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലത്തെ ജോയിന്റിന് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലത്തെ വരുന്ന കണ്ടീഷനാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ്. സോ നേരത്തെ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ആണ്. ECG, എക്കോയും EMG നമുക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്മോക്കിംഗ് ഹാബിറ്റും അതുപോലെ തന്നെ നമുക്ക് അമിതവണ്ണമുള്ളവരിലും ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ ഓൾറെഡി ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസും ബിപിയുടെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇതും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്യാം. ഇൻ കേസ് നമുക്ക് ലിവർ ഫംഗ്ഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ USG അബ്ഡോമിനൽ സ്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അതിലൂടെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ലിവറിന്റെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, കോമൺ ആയിട്ട് കണ്ടുവരുന്ന കണ്ടീഷന് ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഒക്കെ. സോ അതൊക്കെ നമുക്ക് നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്താൽ തന്നെ നമുക്ക് പല കോംപ്ലിക്കേഷൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്.
കൂടുതലായിട്ടും ഈ ഒരു ആൽക്കഹോൾ ഹാബിറ്റോ അല്ലെങ്കിൽ കൂടുതലും പുറത്തെ ജങ്ക് ഫുഡുകളും അതുപോലെ തന്നെ അധികമായിട്ട് ഓയിലി ഫുഡും നോൺ വെജ് ഒക്കെ അധികം കഴിക്കുന്നവരാണെങ്കിൽ USG അബ്ഡോമിനൽ സ്കാൻ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തൈറോയിഡിന്റെ ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകളാണ് പിന്നെ ഡിയുടെ ടെസ്റ്റും കാൽഷ്യത്തിന്റെ ടെസ്റ്റും നമുക്ക് ചെയ്യാവുന്നതാണ്. ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ വിറ്റമിൻ ഡിയുടെ ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. പുരുഷന്മാരിൽ മറ്റു പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള PPBS, പിന്നെ 3 മാസത്തെ ആവറേജ് ആയിട്ടുള്ള HbA1cയും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. സോ ഇതിലൂടെ നമുക്ക് ലാസ്റ്റ് 3 മന്തിലെ നമ്മുടെ ഷുഗർ ലെവൽ എങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ടാണോ ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഫീമെയിൽസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ടെസ്റ്റുകൾ ഹീമോഗ്ലോബിൻ ആണ്. മിക്കവർക്കും വിളർച്ചയുടെ പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അമിതമായിട്ടുള്ള പീരിയഡ്സിന് ബ്ലീഡിങ് കാരണോ അല്ലെങ്കിൽ പീരിയഡ്സിന് ഇറഗുലാരിറ്റീസോ പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ ഒക്കെ നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് ഇപ്പൊ മിക്കവരിലും കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ നമ്മൾ കൂടുതലായിട്ടും ടെസ്റ്റ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് FBS ഫാസ്റ്റിംഗിലും ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ടെസ്റ്റ് ചെയ്യുക. PPBSഉം FBSഉം പിന്നെ 3 മാസത്തെ ആവറേജ് HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് T3, T4, TSH. ഇത് നമ്മൾ നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇൻ കേസ് ഫാമിലിയിൽ ആർക്കെങ്കിലും തൈറോയിഡിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണ്, ഗോൾട്ടർ പോലത്തെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി വീർത്തൊക്കെ ഇരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെയാണ്, എന്തെങ്കിലും ഒരു സ്വെല്ലിംഗ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൈറോയിഡിന്റെ സ്കാനിങ് നമ്മൾ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നോഡ്യൂൾസോ അല്ലെങ്കിൽ സിസ്റ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന anti-GPO എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ആണ്. നമുക്ക് ഓട്ടോ ഇമ്മ്യൂണായിട്ട് നമുക്ക് നമ്മുടെ തൈറോയിഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. മറ്റു ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും യൂറിക് ആസിഡും നമ്മുടെ കൊളസ്ട്രോളിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നമ്മുടെ ക്രിയാറ്റിനിൻ ലെവൽസും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. യൂറിക് ആസിഡും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മറ്റു ഹോർമോണൽ സ്റ്റഡീസ് ആണ് നമ്മൾ കൂടുതലായിട്ടും നെക്സ്റ്റ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ചെയ്യേണ്ട ഹോർമോൺസ് FSHഉം LHഉം പ്രൊലാക്റ്റിനുമാണ്. നമുക്ക് പീരിയഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഹോർമോൺസ് എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ, പീരിയഡ്സ് ഒക്കെ ഇറഗുലർ ആയിട്ടാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മറ്റൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ AMH എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ്, ആന്റി മുല്ലേറിയൻ ഹോർമോൺ എന്ന് പറയുന്ന ടെസ്റ്റ്. ആന്റി മുല്ലേറിയൻ ഹോർമോൺ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഇത് നമുക്ക് PCOD സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. 30 വയസ്സിന് ശേഷമൊക്കെ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവർ ഈ AMH ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. മറ്റെന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് കണ്ടെത്തണമെങ്കിൽ മറ്റേ ഈസ്ട്രജനെയും പ്രൊജസ്ട്രോണിന്റെയും ടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കൂടാതെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ടെസ്റ്റ് വിറ്റമിൻ ഡിയുടെ ടെസ്റ്റും അതുപോലെ തന്നെ വിറ്റമിൻ ഡിയും കാൽഷ്യത്തിന്റെ ടെസ്റ്റും നമ്മൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. 30 ശേഷമുള്ള മിക്ക മുടി കൊഴിച്ചിലിന്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി പരിഹരിക്കുവാനുള്ള ടിപ്സിനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോകും. പീരിയഡ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അമിതമായിട്ട് വേദനയുണ്ട്, ബ്ലീഡിംഗ് ഒക്കെ നോർമലായിട്ട് അല്ലെങ്കിൽ വളരെ കുറവ് വളരെ ഹെവി ആയിട്ടാണ് വരുന്നത്, പീരിയഡ്സിന്റെ ഡേറ്റ് വളരെയധികം ചേഞ്ച് ആവാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒന്ന് USG അബ്ഡോമിനൽ സ്കാൻ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇപ്പൊ PCOD അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെയാണ്. സോ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതൊന്നും ഇല്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ടെസ്റ്റ് ആണ് പാപ് സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെർവിക്സിന്റെ അല്ലെങ്കിൽ വജൈനൽ ക്യാൻസർ നമുക്ക് വരുവാനുള്ള ചാൻസസ് ഉണ്ടോ അല്ലെങ്കിൽ വജൈനൽ ക്യാൻസർ ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ബ്രസ്റ്റ് അനാലിസിസ് നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ബ്രസ്റ്റ് അനാലിസിസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് മാമോഗ്രാഫി ഒക്കെ ഒരു 35 ഏജസിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കൂടുമ്പോൾ നമുക്ക് മാമോഗ്രാഫി ചെയ്യുന്നതും നമുക്ക് നേരത്തെ നമുക്ക് എന്തെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ECGയും എക്കോയും നമുക്ക് TMT നമുക്ക്
ഒരു വർഷം ഇപ്പൊ ആദ്യം ഒരു പ്രാവശ്യം ചെയ്തിട്ട് മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു 2 അല്ലെങ്കിൽ 3 വർഷത്തിൽ ഒരിക്കൽ നമ്മളിത് ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടെങ്കിൽ ഇപ്പം ക്യാൻസറോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽസ് ഒക്കെ വേരിയേഷൻസ്, നമ്മുടെ ഡയബറ്റീസ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഇയർലി വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് 2-3 വർഷം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ മതിയാകും. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളോ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും നമുക്ക് അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുക, തുടക്കത്തിലെ കണ്ടുപിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയതിനു ശേഷം നമുക്കത് മെഡിസിൻസ് എടുക്കുമ്പോൾ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അത് ചിലപ്പോൾ മറ്റു അസുഖങ്ങൾ കൂടി ഇതിനൊപ്പം നമുക്ക് വരുത്തുവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ യൂറിക് ആസിഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് യൂറിക് ആസിഡ് കൂടി നമുക്ക് ചിലപ്പം അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലേ കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസോ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ബി പിയുടെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ബി പി പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് അറ്റാക്കോ ഹാർട്ട് ബ്ലോക്കോ അങ്ങനത്തെ പല കണ്ടീഷൻസും വരുവാനുള്ള നമുക്ക് ഹൃദയത്തെ കൂടുതലായിട്ടും അത് ബാധിച്ചേക്കാം. കൊളസ്ട്രോൾ ലെവൽ വളരെയധികം കൂടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകത വരും. ചിലപ്പോൾ ആ മെഡിസിൻ നമ്മൾ ലൈഫ് ലോങ് എടുക്കേണ്ട ആവശ്യം വരും. സോ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അത് മെഡിസിൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടൊക്കെ നമുക്ക് എക്സസൈസ് കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടും നമുക്ക് മരുന്നില്ലാതെ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം നമുക്ക് പല കോംപ്ലിക്കേഷൻസും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലൊരു പേടിയൊന്നും ഇല്ലാതെ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ 30 വയസ്സിന് ശേഷമുള്ളവർ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അടുത്തുള്ള ആർക്കെങ്കിലും ഒരു ഹാർട്ടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക്. സോ ആ ഒരു സമയത്ത് ടെൻഷൻ കൊണ്ട് ചിലപ്പം ചിലർ ആ സമയത്ത് പോയി ചെക്ക് ചെയ്യും, ചിലർ പേടി കാരണം ആ ഒരു ടെൻഷൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രെസ് നമുക്ക് ഒന്നും ഇല്ലാന്ന് അറിയുമ്പോൾ നമുക്ക് ആ സ്ട്രെസ് തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആയിട്ട് നോക്കുക, നമ്മുടെ ഭക്ഷണത്തിൽ ക്രമീകരിക്കുക. ഭക്ഷണത്തിൽ നമുക്ക് ശരീരത്തിന് എപ്പോഴും ചീത്തയായിട്ടുള്ള അമിതമായിട്ട് ചോറ് കഴിക്കുന്നത്, അമിതമായിട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, അമിതമായിട്ട് ഷുഗർ കഴിക്കുന്നത്, ജങ്ക് ഫുഡുകള്, എണ്ണയിൽ വറുത്ത് പൊരിച്ച ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുന്നത്, അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ മനസ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഓരോരുത്തർക്കും ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും ഗെയിംസിനോടായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിരിക്കും ചിലർക്ക് മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുന്നത്. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുക. ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്, യോഗ ചെയ്യാവുന്നതാണ്. സോ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് പാലിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രായമാകാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.